വാർഡിലെ ഒരു ആലമറ്റം പ്രദേശമാണ്. നാടുകാണിമല എന്നാണ് അറിയപ്പെടുന്ന ഈ മലയിലേണ്ട 110 ഏക്കറോളം സ്ഥലം പാറമട ലോബിയുടെ കൈകളിലാണ്. ഇവിടെ മുഴുവൻ നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റത്തില്ല. 8ഉം 10ഉം ഇറ്റാച്ചി കിടന്ന് പണിയുന്നു. അതുപോലെ ലോറികൾ 10ഉം 70ഉം ലോറിയാണ് ദിവസം വന്നുകൊണ്ട് ലോഡ് പോകുന്ന 10-40 ടണ്ണ് കേവ് ഭാരമുള്ള ലോറിയിൽ കല്ലുമായി പോകുന്നു. പരിസരവാസികൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ഉദ്യോഗസ്ഥന്മാർ കണ്ണടക്കിയാണ്. ലക്ഷങ്ങളാണ് അവരുടെ കൈകളിലേക്ക് ചെല്ലുന്നത്. അവർ വാങ്ങുന്നു. പാറമടക്കാർ ഇരിയവി അറിയാതെ ഈ കല്ല് വിറ്റ് കാശുണ്ടാക്കുന്നു. നാടിനെ മുടിക്കുന്ന, സമൂഹത്തിന് നാശം വരുന്ന, ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ട ഉദ്യോഗസ്ഥന്മാർ അവരുടെ അനസ്ഥ കൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നത്. ലൈസൻസ് പരാതിയുമായിട്ട് ചെല്ലുന്നവരെ നിങ്ങൾ എവിടെയാണ് കൊണ്ടേ കൊടുക്കുക? ഇങ്ങനെ ഓരോ മുടന്തൻ ന്യായങ്ങൾ പറയുന്നു. മുൻ പഞ്ചായത്ത് മെമ്പർമാരോട് പരാതിപ്പെട്ടിട്ടും അവർ ഇതിനകത്ത് യാതൊരുവിധ ഉത്സാഹവും കാണിക്കാറില്ലായിരുന്നു. ജനം ഇവിടെ ഭീതിയിലാണ്. 10-80 വയസ്സുള്ള കാരണവന്മാർ ഇവിടെ താമസിക്കുന്നു. രോഗികളാണ്. ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ താമസിക്കുന്നു. പലരെയും ചെറിയ വീട്ടിൽ താമസിച്ചവരെയല്ല അവരവിടെ ഇവിടെയും പറഞ്ഞ് താമസിപ്പിക്കും, മാറ്റിവിടുന്നു. അവരവിടെ പോകുന്നു. ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർ വീട് വെച്ച് സ്വന്തമായിട്ട് താമസിക്കുന്ന ഇവർക്ക് ഇവിടെ യാതൊരു തരത്തിലും വീട്ടിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരു കന്നുകാലി 3 സെൻറ്റ് സ്ഥലത്തിൽ താമസിച്ച് കന്നുകാലി വളർത്തി ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ 2 കന്നുകാലിയുടെ ഗർഭം വരെ അലസിപ്പോയി. അവർ പറഞ്ഞു ഈ വെടിയുടെ ഒച്ച കൊണ്ടാണ്. മൃഗ ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം സംഭവിക്കുന്നു. എൻ്റെ വീട്ടിൽ പട്ടിയെ വളർത്തത്തില്ല. പട്ടിയാണ് ഭയങ്കരമായ ബഹളം വെക്കുന്നു. പേടിച്ചിട്ട് ഇത് കാറുകയും കൂവുകയും ചെയ്യുന്നു. ആരോട് പറയാനാ? സമാധാനം ബോധിപ്പിച്ച് MLA-യുടെ അടുത്ത് ഒരാഴ്ച മുമ്പ് MLA-യോട് ചെന്ന് ഓഫീസിൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ നിങ്ങൾ എഴുതി തരാൻ പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തില്ല. മുമ്പ് ആരും പരാതിപ്പെട്ടിട്ടില്ലെന്ന് പറയും. MLA ഒരു പ്രസംഗം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നെ മനസ്സറിയോ ഇല്ലാതെ ഒരു കല്ല് ഇവിടുന്ന് പോവുകയാണെന്ന് MLA വാദി ഓടിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് എത്രയോ ടണ്ണ് കല്ലുകളാണ് ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഇതിന് മനസ്സാവാതെ അറിയില്ല. ഇലക്ഷനായപ്പം എല്ലാവരും ഇതേപ്പറ്റി ചോദിക്കുക, ഞങ്ങൾ ചെയ്യാം ആരെന്നാ ചെയ്യുന്നു? പരസ്പരം കുരിശുപള്ളിയെ സാക്ഷി നിർത്തി സമാധാനം പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും നിൽക്കുക. ഇവിടെ BSNL-ന്റെ ഒരു ടവർ വരെ ഉണ്ടായിരുന്നു, അതുവരെ മാറ്റിക്കളഞ്ഞു. അതുപോലെ വലിയൊരു ജല അതോറിറ്റിയുടെ ഒരു ടാങ്ക് വന്നതാണ്, അതുവരെ ഈ പ്രദേശത്തുനിന്ന് ഇവർ മാറ്റിക്കളഞ്ഞു. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇത് മാറ്റിക്കളഞ്ഞു. ആ ടാങ്ക് വന്നാൽ ഇവിടെ പാറമട നടത്തിയാലെന്നറിയാം. അത് നടത്തിക്കാതിരിക്കാൻ വേണ്ടി ആ പാറമട മാറ്റി, BSNL-ന്റെ ടവർ മാറ്റിയത് കാരണം എൻ്റെ BSNL-ന്റെ ഇതായിരുന്നു കിട്ടാതെ വന്നപ്പോൾ അവർ വിളിച്ചു ചോദിച്ചു എന്താ നിങ്ങൾ ഇതിൽ നിന്ന് മാറിയെന്ന്. അപ്പം നിങ്ങൾക്കറിയത്തില്ലേ ലൈൻമാൻ നിങ്ങൾ എന്തുകൊണ്ട് ഇത് മാറ്റിയെന്ന് ചോദിച്ചപ്പം അവർ ഫോൺ ഓഫ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഇത് നിരുത്തരവാദപരമായ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥന്മാർക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമില്ല. നാട് മുടിക്കുന്ന ഒരു സംഭവമാണ് ഇത്. എത്രയടി ഉയരത്തിലാണ് ഈ നാടുകാണി മല എന്നുള്ളത് റവന്യൂക്കാർ അന്വേഷിക്കണം. ഈ പ്രദേശം മുഴുവൻ പാറയാണ്. ഇത് പുറമ്പോക്കാണ്. ഇതെല്ലാവരും കട്ടുമുടിക്കുകയാണ്, നാട് മുടിക്കുകയാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പം ഇവിടെ വന്ന് കീറുവാണം അടിച്ചിട്ടോ റീത്ത് വെച്ചിട്ടോ അവൻ്റെ ശവോടക്കിന് പൈസ കൊടുത്തിട്ടോ കാര്യമില്ല. ഇവിടുന്ന് ഉരുള് പൊട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അടിവാസത്ത് കിടക്കുന്ന താഴ്വര പ്രദേശത്ത് കിടക്കുന്ന മനുഷ്യർ എങ്ങനെ ജീവിക്കും? ഇവർക്ക് ജീവിക്കണ്ടേ? സ്വന്തം ജീവനും സ്വത്തിനും സംരക്ഷണ ഉദ്യോഗസ്ഥന്മാർ ഇത് കാണിച്ചാൽ ഇവിടെ ആരോടാണ് പറയുന്നത്? ആർക്കാ ഇതിന് ഉത്തരവാദിത്വം? ഉത്തരവാദിത്തമില്ലാത്തവരെ ഭരിക്കാൻ കസേരയിരിക്കരുത്, മാസശമ്പളം മേടിക്കരുത്. അവരെ എഴുതി കൊടുത്തിട്ട് പോട്ടെ. എന്തിനാണ് ഇവിടെ? ജനത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ സമൂഹത്തിൽ ഇതാണോ വേണ്ടിയത്? ജീവനും സ്വത്തിനും സംരക്ഷണം തരണമെന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ട്. അതിവിടെ ഈ ആലമറ്റം പ്രദേശവാസികൾക്ക് ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഇത് നിരുത്സാഹപ്പെടുത്തുന്നു? ഇതിനു വേണ്ടി സത്വര നടപടി എടുക്കണമെന്ന് ഈ ആക്ഷൻ കൗൺസിലിൻ്റെ പേരിൽ ഞാനിത് നിങ്ങളോട് പരസ്യപ്പെടുത്തുകയാണ്. ഇത് സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലാണ്. ഇവിടെ അനധികൃതമായിട്ടുള്ള പാറക്കണ്ണമാണ്. 110 ഏക്കർ പ്രദേശമാണ് പൊട്ടിച്ച് ഇറങ്ങിയിരിക്കുന്നത്. വലിയൊരു മലയാണ്. മീനച്ചിൽ താലൂക്ക് ആലമറ്റം 3-ാം വാർഡാണ് ഈ സംഭവം നടക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടപ്പെട്ടവർ ഇത് വേണ്ട നടപടിയെടുക്കണമെന്ന് ഈ ജനപ്രതിനിധികളെല്ലാം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. ഇഷ്ടം പോലെ കാശ് വാങ്ങുന്നുണ്ട്, കാശ് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. ഡെയിലി കുറഞ്ഞ ഒരു 10 ലക്ഷം രൂപയുടെ വരുമാനമുണ്ട്. 8-10 കിറ്റാച്ചിയുണ്ട്. 8-10 കിറ്റാച്ചിയുണ്ട്. 70 ലോറിയാണ് ഓരോ ദിവസം വരുന്നത്. 40 ടൺ ഭാരമാണ് സമ്മതി കയറ്റിക്കൊണ്ട് പോകുന്നത്. സാധാരണ ഒരു ലോക്കൽ റോഡാണ്, NH ഒന്നുമല്ല, സാധാരണ റോഡാണ്. അതിലെയാണ് ജനവാസ മേഖല. നേഴ്സറി അതിൻ്റെ തൊട്ട് താഴെ നേഴ്സറിൻ്റെ അടിവശത്താണ് നേഴ്സറി. 10-15 പിള്ളേർ പഠിക്കുന്നു. ഇവിടെ കാരണന്മാർക്കൊന്നും പെരക്കാത്തിരിക്കത്തില്ലാത്ത അവസ്ഥയാണ്. വെടിയും ഭയങ്കര വെടിയാണ്. ആ പ്രദേശം മുഴുവൻ ഞടുങ്ങുന്ന ഒച്ചയിലാണ് വെടികൾ. അത് പൊട്ടിക്കുന്നത് 2:30 മുതൽ പൊട്ടിച്ചാൽ 2-3 വെടി പൊട്ടുമ്പോഴത്തേന് ആ പ്രദേശം തീരുകയാണ്. മല പോലാണ് കല്ല് വീഴുന്നത്. വന്ന പ്രദേശം കാണുകയോ അതേപറ്റി ഒരു സത്വര നടപടി ഉണ്ടാകണമെന്ന് നിയമപാലകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മണ്ണ് തെളിച്ചെടുത്തിട്ടാണ് പാറ പൊട്ടിക്കുന്നത്. തെളിച്ച് അങ്ങോട്ട് തള്ളുന്നു. ആ മണ്ണ് വേറെ കയറി പോവാം. മണ്ണൊക്കെ കയറി പോകുന്നുണ്ട്. മണ്ണ് ഒരു സൈഡിൽ കൂടെ മണ്ണ് കയറി പോകും. പ്രിയരെ, കോട്ടയം ജില്ലയിൽ
പാലായ്ക്കടുത്ത് ഫർണങ്ങാനത്തിനും കൊല്ലപ്പള്ളിക്കും പ്രവിത്താനത്തിനും ഇടയ്ക്കൂടെയുള്ള വഴിയിലെ യാത്ര ചെയ്താൽ അവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥലം കാണാനായിട്ട് പറ്റും. ഈ ഏരിയ ഒരു 4 കൊല്ലം മുമ്പ് ഉരുൾപൊട്ടി എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ കാണുന്ന ഈ പാറമട ഇരുന്ന പ്രദേശം ഉരുൾപൊട്ടി ഈ പ്രദേശവാസികളെല്ലാം മാറ്റിപ്പാർപ്പിച്ചാണ്. പരിസ്ഥിതി ലോല പ്രദേശമാണ്. ജോസ് കെ മാണിയുടെയും അതുപോലെ തന്നെ മാണി സി കാപ്പൻ്റെയും ഏരിയയാണിത്. ഈ കാണുന്ന സ്ഥലത്തു നിന്നും വെറും 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ജോസ് കെ മാണിയുടെയും അതുപോലെ തന്നെ മാണി സി കാപ്പൻ്റെയും ഒരു പ്രദേശം. ഒരു കുന്ന് മൊത്തം പൊട്ടിച്ചിറങ്ങുന്ന പ്രതീതിയാണ്. ഈ കുന്നിൻ്റെ ഈ പാറമടയുടെ തൊട്ട് മുകളിൽ ഒരു കുന്നുണ്ട്. ഇത് മൊത്തം പൊട്ടിച്ച് വൻ വിപത്താണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഭൂമികുലുക്കം സംഭവിക്കുകയാണെങ്കിൽ പ്രഭവ കേന്ദ്രം ഇവിടെയായിരിക്കുമെന്ന് പറയാതിരിക്കാൻ വയ്യ. 110 ഏക്കർ സ്ഥലമാണ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇത് മൊത്തം ഈ പാറ ലോബികൾ കീഴടക്കിയിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ പ്രബുദ്ധങ്ങൾ ഇവരൊക്കെ എന്ത് കൊണ്ടാണ് മൗനം പാലിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇതിന് ഷെയർ ഉണ്ടോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ കാണുന്ന സ്ഥലത്തെല്ലാം വീടുകളുണ്ടായിരുന്നു. ഈ വീടുകളും സ്ഥലങ്ങളെല്ലാം ഈ പാറ ലോബികൾ മേടിച്ചിട്ട് ഇവരെ ഇവിടുന്ന് ഒഴിവാക്കിയതിന് ശേഷം ഇവർ ഈ പാറപ്പൊട്ടിയുടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ പുറത്ത് ഉള്ള ആൾക്കാരായിട്ടുള്ള ഈ കാണുന്ന ചേട്ടനെ പോലെയുള്ള ആൾക്കാർ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. എന്താണേലും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. നാളെയുടെ നന്മയ്ക്കായിട്ട് നമ്മുടെ ഈ നാട്ടിൽ ഇനിയും അടുത്ത തലമുറയ്ക്കും ജീവിക്കണം. ഓക്കെ.